ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അഥവാ മഷ്റൂം. എനിക്കറിയാം എല്ലാവർക്കും അറിയാം മഷ്റൂം എന്ന് പറഞ്ഞ കൂണാണെന്ന്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതിന് വേണ്ട 2 സബോള, ഒരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് നാളികേരപ്പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പുകാലൊക്കെ ആകുമ്പോൾ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കി നമ്മൾ സോയാബീന്, കൂണ് ഇതൊക്കെയാണല്ലോ കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് ഈ കൂണ് കിട്ടിയപ്പോൾ സന്തോഷമായി. ഇറച്ചി മീനൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കൊക്കെ ഇവർ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ടേ. അപ്പോൾ ഇന്ന് ഞാൻ നിർബന്ധമായിട്ട് അവർക്ക് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇറച്ചി കഴിക്കാൻ അവസരം കിട്ടിയാൽ കൂടി ഞാനത് ഒഴിവാക്കുകയാണ് പതിവ്. കാരണം ഈ കുറച്ച് നാൾ മാത്രമേ നോമ്പുണ്ടാവുള്ളൂ. അതുപോലും നിങ്ങൾക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്ന് ബാക്കോട്ടേക്ക് വലിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതെന്നെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അത് കാരണം കൊണ്ട് അവരെ കൊണ്ട് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും ചീഞ്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് സബോള വാട്ടി, അത് നേരി ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് സബോള വാട്ടാട്ടോ. അതൊന്ന് സബോള ഒരുവിധം പാതി ഇതായി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പില ഞാൻ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ അതൊന്നും കൂടി നന്നായി ഇളക്കി, തക്കാളി ഒരുവിധം വേവായി ഉണ്ടാവും, സബോളയും ഒരുവിധം മൂത്തുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 3/4 ടീസ്പൂണ് മുളകുപൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് എരിവ് ഭയങ്കരമായിട്ട് കൂടുന്നത് ഇഷ്ടമില്ല. അത് കാരണം കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എരിവ് കുറവാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് എരിവ് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എരിവ് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയുടെ ആ എരിവിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും കേട്ടോ. ചില മുളകുകൾക്ക് നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഈ മുളക് പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കൂണ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കൂണ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി അത് ആ കൂണിൽ തന്നെ ഇത്തിരി കഴുകി വെച്ചിട്ടാണ് ഞാൻ കഴുകിയ വെള്ളത്തിൻ്റെ ഇത്തിരി അംശങ്ങളുണ്ടാവും. അപ്പോൾ അത് മൂടി വയ്ക്കുമ്പോൾ തന്നെ അത് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വെള്ളം ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞ് ആ കൂണൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പാത്രം കൊണ്ട് മൂടി വെച്ചു കേട്ടോ. ഇപ്പം നന്നായി തിളച്ചുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്, അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണയും കുറച്ച്, അപ്പോൾ ഞാൻ അതിലേക്ക് ഒരുവിധം വേവായി നല്ല മണക്ക് വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നാളികേരപ്പാൽ ഞാൻ ആഡ് ചെയ്തു കേട്ടോ. നാളികേരപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. നാളികേരപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം നന്നായി തിളച്ചാൽ മാത്രമേ കൂട്ടാൻ കൂടുതൽ നേരം നമുക്കത് കേടുകൂടാതെ എടുത്തു വയ്ക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ തിളച്ചു, അത് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നിങ്ങൾക്ക് വെള്ളവും ആഡ് ചെയ്യാം, ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പും അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്നും കൂടി നന്നായി തിളച്ച് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ സാധാരണ പോലെ ചീഞ്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ആഡ് ചെയ്തു കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് വരട്ടി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ആ കൂൺ കറിയിലേക്ക് ചെരിഞ്ഞ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എൻ്റെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ബായ്. കാലാക്കിയിട്ട് എങ്ങനെയുണ്ട് ബേബു? സൂപ്പർ. You like it? An expression. Huh? ഇഷ്ടായാ? ഇഷ്ടായി.